വീക്കെൻഡ്സ് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. പുറത്തൊന്നും പോകാറില്ലെങ്കിലും ചുമ്മാ തേഴ്സ്ഡേ വെറുതെ വീട്ടിലകത്ത് എവിടെയെങ്കിലും ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ ഒരു കുഞ്ഞുണ്ട്. അവൾ വന്നിട്ട് പറഞ്ഞു, എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, മിസ്സേ എൻ്റെ കൂടെ ഒന്ന് ഫിഷിങ്ങിന് വരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എന്തായാലും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ലേ, അവളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു ടൈമല്ലേ. പോകാൻ നേരത്ത് ഞാൻ വേഗം റെഡിയായി അവളുടെ വീട്ടിൽ ചെന്ന് അവളെയും അവളുടെ ഫ്രണ്ടിനെയും കൂടി കൂട്ടി അവരവരുടെ ഫിഷിംഗ് റോപ്പ് എടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിൽ വന്നേ. ഇവിടെ ഹാർബറിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കുറേ നേരം പല സ്ഥലത്തൊക്കെ മീൻ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കൊക്കെ വലിയ മീൻ വന്ന് ഇവരുടെ ബെയ്റ്റിനകത്ത് കടിക്കാൻ നോക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പേടിയായി, കാരണം അവരെ റോപ്പ് താഴെ പോവോ അല്ലെങ്കിൽ അവരെ പോള് താഴെ പോകുമെന്നും പേടിച്ചിട്ട് ഇവർ എന്ത് ചെയ്തിട്ട് പിടിക്കാൻ തയ്യാറായില്ല. അപ്പോൾ വലിച്ചു കയറ്റും, മീൻ താഴെ വരുമ്പോഴത്തേക്കും ഒരു ഇത് റോപ്പ് വലിച്ചു കയറ്റും. അങ്ങനെയായിരുന്നേ. പിന്നെ മടുത്ത് ഞങ്ങൾ അവിടെ നിന്ന്, ഞാൻ പറഞ്ഞ കുഞ്ഞു മീനെ പിടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്ത് ബീച്ചിൻ്റെ ഈ അരികിൽ വന്നിട്ടോ. അപ്പോൾ ഇതുപോലെ രാവിലെ ഒരു ഫെറി, വേറെ ഐലൻഡിലേക്ക് പോകുന്ന ഫെറി ഉണ്ട്. അപ്പോൾ ആൾക്കാർക്കൊരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫെറിയും വേറൊരു ഫെറിയും മാത്രമാണ്. വലിയ വലിയ വേറെ ഐലൻഡുകളിലേക്കൊക്കെ പോകണമെങ്കിൽ, ഇപ്പോൾ റീജിയണൽ ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിൽ ഈ ഫെറിക്ക് തന്നെ പോകണം കേട്ടോ, അല്ലെങ്കിൽ വേറൊരു ഫെറിയുണ്ട്. പക്ഷേ ഈ ഫെറി എന്ന് പറയുന്നത് രാവിലെ പോയാൽ ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്ന് മാത്രം. പിന്നെ പൈസയും കൂടുതലാണ്. 15 രൂപ കൊടുക്കുന്നിടത്ത് നമ്മൾ 100 രൂപ കൊടുക്കണം ഈ ഫെറിക്ക് പോകണമെങ്കിൽ. പക്ഷേ AC പോയി തിരിച്ച് വരാം എന്ന് മാത്രം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ മറ്റേ ഐലൻഡിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്രിഫർ ഈ ഈ ഒരു ഫെറി കേട്ടോ, AC ഫെറി. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഇനി അടുത്ത മെഡിക്കൽ പോകാനായിട്ട് എനിക്ക് തോന്നുന്നത് മെയ്യിലോ ജൂണിലോ പോകേണ്ടി വരും. അന്നേരം ഞാൻ ഈ ഫെറി കയറി ഒന്ന് പോകാൻ നേരത്തി. പക്ഷെ ഒറ്റയ്ക്ക് പോക്ക് വരവൊക്കെ ഭയങ്കര മടുപ്പാണ്, നമ്മുടെ ഐലൻഡിൽ നിന്ന് പോയി തിരിച്ച് വരവൊക്കെ. അപ്പം ഞാനിങ്ങനെ അവരുടെ കൂടെ കുറേ നേരം ഫിഷിങ് അവർ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചാൽ ഈ കോറലുള്ളിടത്ത് ഈ ഫിഷിങ്ങിൻ്റെ ഈ ബെയ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സ്കൂൾ ഓഫ് ഫിഷസ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ പേരറിയത്തില്ല, ഇവിടെ അത് കിർലിയാമസ് എന്ന് പറയും. അതിന് ടേസ്റ്റ് ഇല്ല കേട്ടോ, ഒരു ചേറിൻ്റെ ഈ കോറലിൻ്റെ മണം ഉണ്ടാവും. എനിക്ക് പിള്ളേർ പിടിച്ചുകൊണ്ട് തരാണ്ട് ഞാൻ എന്തുകൊണ്ട് കളയുക ചെയ്യാറ്. ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ കഴിക്കുന്ന ട്യൂണ അല്ലാത്ത മീനുകളിൽ ഒരെണ്ണമാണ് ഇത്. പിന്നെ അതുങ്ങൾ കുറേ ഫിഷസ് പോണതൊക്കെ കണ്ടുകൊണ്ട് നിന്നും. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരുന്നു കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വെച്ചിട്ട് നമുക്ക് അടി വരെ കാണാം. സ്റ്റിംഗ്രയൊക്കെ പോകുന്നുണ്ടായിരുന്നേ. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ഇതൊന്നും സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പോകാറില്ലാത്തതുകൊണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഇതേ ഫെറി വന്ന ആളെ ഇറക്കി. ഒരാളാരും ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ, അവരെ ഇറക്കി. ഇത് പിന്നെ ഈ റിസോർട്ടിൽ നിന്നൊക്കെ സ്ക്രാപ്പ് കൊണ്ടുവന്ന ബോട്ടും, പിന്നെ ഒന്ന് നമ്മുടെ ഈ ടൂറിസം ബോട്ടാണ് കേട്ടോ. പക്ഷെ അതാരോ എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഡിങ്കി വരുന്നു. ഇത് പ്രൈവറ്റ് ഡിങ്കികളാണ് കേട്ടോ. ഒരു വീട്ടിലെ ആൾക്കാർക്ക് ഇതുപോലെ ഉണ്ടാവും.